ഇസ്രായേലിയർ വാഗ്ദത്ത ദേശത്ത് എത്താൻ ജോർദാൻ നദി കടന്നതിന്റെ ഓർമ്മയിൽ ജൂതന്മാരുടെ കോട്ട എന്നർത്ഥമുള്ള ഖസർ അൽ യഹൂദ് എന്ന അറബി നാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലത്തിന് സമീപം ഒത്തുകൂടിയായിരുന്നു യേശുവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ വിശുദ്ധ നാട്ടിൽ ആചരിച്ചത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് പ്രലോഭനങ്ങൾക്ക് വിധേയനാകുന്നതിനും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തന്റെ ദൗത്യം ആരംഭിക്കുന്നതിനും മുൻപ് സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച സ്ഥലത്ത് തന്നെ നടത്തപ്പെട്ട ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആചരണം വ്യത്യസ്തത കുറിച്ചു. നൂറ്റാണ്ടിലേറെ കാലം ഇസ്രായേലിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ പൈതൃക സ്ഥലം 2020 ക്രൈസ്തവർക്ക് വീണ്ടുകിട്ടിയത്. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ ഖസർ അൽ യഹൂദ് ജോർദാൻ നദീതീരത്ത് തീർത്ഥാടകരുടെ വൻ പ്രവാഹമാണ് തിരുനാളിനോടനുബന്ധിച്ച് ഒഴുകിയെത്തിയത്. ജോർദാൻ നദീതീരത്തെ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിന് ശേഷമായിരുന്നു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടത്തപ്പെട്ടത്. തിരുനാൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ജെറുസലേം ഇടവകാംഗമായ നിക്കോളാസ് ജിയോവാനി എന്ന ശിശുവിന് ജോർദാനിലെ ജലം കൊണ്ട് ജ്ഞാനസ്നാനം നൽകപ്പെടുകയും ജോർദാനിലെ ജലം അവിടെ കൂടിയിരുന്നവർക്ക് മേൽ തളിക്കുകയും ചെയ്തു. ദേവാലയത്തിന്റെയും 135 ഏക്കർ വരുന്ന സ്ഥലത്തിന്റെ മേലുള്ള അധികാരം 1967 മുതൽ ഇസ്രായേലിന്റെ കീഴിലായിരുന്നു. 2011 ക്രൈസ്തവരുടെ ഈ പുണ്യസ്ഥലം തീർത്ഥാടകർക്കായി തുറന്നെങ്കിലും 2020 ഒക്ടോബറിലായിരുന്നു ഖസർ അൽ യഹൂദിന്റെ അധികാരം ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സിന് വീണ്ടുകിട്ടിയത്. ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന സ്ഥലത്ത് സന്ദർശനം നടത്താനും പ്രാർത്ഥിക്കാനും തിരുനാൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ജോർദാൻ നദിയിലെ ജലത്തിൽ മുങ്ങി യേശുവിന്റെ ജ്ഞാനസ്നാന സ്മരണകൾ ആചരിക്കാനും നിരവധി ക്രൈസ്തവരാണ് വെസ്റ്റ് ബാങ്കിൽ ഒത്തുചേർന്നത്. 57 വർഷങ്ങൾക്ക് ശേഷം നദിയിലേക്കുള്ള പ്രവേശന കവാടം ഇക്കുറി തീർത്ഥാടകർക്കായി തുറന്നു നൽകി എന്നതായിരുന്നു ശുശ്രൂഷകളുടെ ഏറ്റവും വലിയ സവിശേഷത. ജോർദാൻ നദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അനുവദിക്കുന്ന കവാടം പ്രദേശത്ത് നിറയെ ഖനികളായിരുന്നതിനാൽ തീർത്ഥാടകർക്ക് പ്രവേശനാനുമതി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. 1967 ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള യുദ്ധം ഈ പ്രദേശത്തെ വളരെയധികം ബാധിക്കുകയും ശേഷം അതൊരു ഖനന പ്രദേശമായി മാറുകയും ഫ്രാൻസിസ്കൻ സഭാംഗങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയുമായിരുന്നു. ഇപ്പോൾ ക്രൈസ്തവർക്ക് തങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ചരിത്രമുറങ്ങുന്ന നദിയിലേക്ക് നേരിട്ടുള്ള പ്രവേശനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നതിന്റെ കൃതാർത്ഥതയിൽ തുറന്ന കവാടത്തിലൂടെ നദീതീരത്തേക്ക് ഘോഷയാത്ര നടത്തപ്പെടുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.